ഹായ് മക്കളെ, വെൽക്കം ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പൊ ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് 9ാം ക്ലാസ്സുകാരുടെ ഹിന്ദിയുടെ, നമുക്കറിയാം ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് വേണ്ടി എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ 2 ചാപ്റ്റേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മളുടെ ഒരു ചാപ്റ്റർ വന്നിട്ട് ഒരു കവിതയല്ലേ, അപ്പൊ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ 2 ചാപ്റ്റർ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ലപോലെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ജൻ ജൻ കാ ചെഹ്റ ഏക്. ജനങ്ങളുടെ എല്ലാം ചെഹ്റ ഏക്, ഫേസ് ഒരേപോലെയാണെന്നുള്ളൊരു കവിതയാണത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അതിലെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ജൻ ജൻ കാ ചെഹ്റ ഏക് കിസ്കി കവിത ഹേ. ആരുടെ കവിതയാണ് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നുള്ളത്? ആരുടെ കവിതയാണ്? മുക്തിബോധ്. മുക്തിബോധ് എഴുതിയ കവിതയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബന്ദി ഹുയി മുഠിയ കിസ്കി പ്രതീക് ഹേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് മുഷ്ടി ചുരുട്ടുക എന്നുള്ളത്. അത് എന്തിന്റെ ഒരു അടയാളമായിട്ടാണ്, എന്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? അന്യായ് കെ വിരുദ്ധ ആവാസ് ഉഠാനെ വാലോം കി. അത്ര മതി കേട്ടാ. അന്യായ് കെ എന്താ? അനീതിക്ക് വിരോധ് അല്ലെങ്കിൽ വിരുദ്ധ, വിരുദ്ധമായി, ആവാസ് ശബ്ദം, ഉഡാനെ വാലോം കി ഉയർത്തുന്നവരുടെ ശബ്ദമാണ് ആ ഒരു ഈ മുഷ്ടി ചുരുട്ടുക, അതിന്റെ അർത്ഥം വന്നു. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലാൽ സിത്താരെ. ലാൽ ഏതാ കളറ്? ചുവന്ന. സിത്താരെ നക്ഷത്രങ്ങൾ. യഹാ കിസ്കാ പ്രതീക് ഹേ. ഈ ലാൽ സിത്താരെ ചുവന്ന നക്ഷത്രങ്ങൾ എന്നുള്ളത് എന്തിന്റെ പ്രതീകമായിട്ടാ പറയുന്നേ? എന്തിന്റെ പ്രതീക? ശോഷിതോം കാ സപ്ന. ശോഷിതോം എന്ന് വെച്ചാല് ചൂഷണം ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാവൂല്ലേ നമ്മുടെ സമൂഹത്തില്, അവരുടെ സ്വപ്നങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ സ്വപ്നത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജൻ ജൻ. നമുക്കറിയാം നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നാ. അപ്പൊ ഈ ജൻ ജൻ സെ കവി കാ മത്ലബ് ക്യാ ഹോഗാ. ഈ ജൻ ജൻ എന്നുള്ള ആ വാക്കിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ അർത്ഥം എന്താ? ഹമാരെ ദേശ് കെ, നമ്മളുടെ ഈ രാജ്യത്തില് കൈ ജഗഹോം മേം രഹത്തെ ലോഗ്, ഒരുപാട് സ്ഥലങ്ങളില് രഹത്തെ താമസിക്കുന്ന ലോഗ് ആളുകളെയാണ് ആ ഒരു ജൻ ജൻ എന്നുള്ള പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെഹ്റോ പർ പടി ജൂരിയോം കാ രൂപ്. ചെഹ്റോ പർ പടി എന്ന് വെച്ചാല് ഫേസില് ഉണ്ടാകുന്ന, ജൂരിയോം കാ രൂപ് എന്ന് വെച്ചാല് ആ ചുളിവുകളുടെ രൂപ്, ആ ഒരു പ്രയോഗം നമ്മളുടെ കവിതയിൽ വരുന്നുണ്ട്. കിസ്കി ഓർ സംകേത് കർത്താ ഹേ. ഇവിടെ എന്തിനെയാണ് ഈ ഒരു പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്? എന്തിനെയാണ് അവിടെ ആ പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്? അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? ജീവൻ കി, ജീവിതത്തിലെ, കഠിനായ ഓർ ദുഃഖ്, ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടും അതേപോലെ തന്നെ ദുഃഖങ്ങളുമാണ് ആ മുഖത്തിലെ ഈ ചുളിവുകൾ എന്നതുകൊണ്ട് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും. 2 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക. 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുത്തിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. സമാൻ ആശയ വാലി, സെയിം ആശയം വരുന്ന പങ്ക്തിയാം വരികൾ, ചുൻകർ ലിഖേ എടുത്തെഴുതുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരേപോലെ ആശയം വരുന്ന വരികള് കവിതയിൽ എടുത്തെഴുതുക. കഴിഞ്ഞ തവണ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചാപ്റ്റർ വേറെയാണെന്നുള്ളൂ കേട്ടാ. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി മിസ് അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? നമുക്ക് തന്നേക്കുന്ന ഈ ഒരു വരി തന്നിട്ടുണ്ടാവും, ആ വരിയിലും കവിതയിലും ഏതെങ്കിലും ഒരു വേർഡിന്റെ റിപ്പീറ്റേഷൻ ഉണ്ടാവും. കവിതയിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് തന്നേക്കുന്ന വരികളിലും ഉണ്ടാവും. ആ ഒരു കാര്യം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ തന്നേക്കുന്ന വരി നോക്കാം കേട്ടാ. അന്യായ് കെ വിരുദ്ധ മേം ആവാസ് ഉഡാനെ വാലോം കാ ലക്ഷ്യ ഏക് ഹേ. അന്യായത്തിനെതിരെ ആവാസ് ഉഡാനെ വാലോ, ശബ്ദമുയർത്തുന്ന ആളുകളുടെ ആ ഒരു ലക്ഷ്യം ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വരി നമുക്ക് തന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ആ സെയിം ആശയം വരുന്ന വരിയാണ് അതിന്റെ താഴെ കൊടുത്തേക്കുന്നത്. എന്താണെന്ന് നോക്കാം. ജോഷ് മേം യോ താക്കത്ത് സെ ബന്ദി ഹുയി മുഠിയോം കാ ഏക് ലക്ഷ്യ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം അല്ലെ, ഇവിടെ ലക്ഷ്യം എന്നുള്ളൊരു വാക്കുണ്ട്, ഇവിടെ ലക്ഷ്യം എന്നുള്ളൊരു വാക്കുണ്ട്, ഇവിടെയും ലക്ഷ്യം എന്നുള്ളൊരു വാക്കുണ്ട്.
കണ്ടാ സെയിം വേർഡിന്റെ റിപ്പീറ്റേഷൻ വരുന്നത് കണ്ടാ. അപ്പൊ അതായിരിക്കും സെയിം ആശയം വരുന്ന വരി. ഇതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ വേറൊരു വരി കൊടുത്തിട്ടുണ്ട്. ശോഷിതോം കെ സപ്നെ കാ ജൽത്താ ലാൽ സിതാര ഏക് ഹേ. ചിലവർക്കൊക്കെ ഇത് വായിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഉത്തരം ഏതാണ്. അവിടെയുള്ള വരി നോക്കിയേ. ജൽത്താ ഹുവ ലാൽ കി ദേ. ലാൽ എന്നുള്ളൊരു വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ജൽത്ത എന്നുള്ള വേർഡ് ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. കി ഭയാനക് സിതാര. സിതാര എന്നുള്ളൊരു വേർഡ് ഇവിടെയുണ്ട്, ഇവിടെയുമുണ്ട്. ഏക്ക് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടാ? ആ വരി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ 2 വരി ഉണ്ടാവും എന്നുള്ളത് മൈൻഡിൽ വെക്കുക. ഇതേപോലെ പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്സ് കുറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടാ. സെയിം ആശയം വരുന്ന വരി എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. 2 മാർക്കിനാണ് ചോദിക്കുക. ഇനി ചെറിയൊരു മാത്സ് ഫോളോയിങ് ആണ്. നമുക്ക് ടെക്സ്റ്റിലുള്ള അതേ മാത്സ് ഫോളോയിങ് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 4 മാർക്കിന് ചോദിക്കുക കേട്ടോ. 4 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ഉണ്ട് എന്താ? ജനത കി ചെഹറോം കി ജൂരിയ. ജനങ്ങളുടെ ഫേസിലുള്ള ജൂരിയ എന്ന് വെച്ചാൽ ആ ചുളിവുകൾ. ജൂരിയ എന്ന് വെച്ചാല് ചുളിവാണ് കേട്ടാ. ചുളിവുകൾ ആണ്. അതെന്തിന്റെ പ്രതീകമായിട്ടാ പറയുന്നേ? ജനത കാ സംഘർഷ്. അവര് അനുഭവിക്കുന്ന ഒരുപാട് സംഘർഷങ്ങൾക്ക് പ്രതീകമായിട്ടാണ് അത് പറയുന്നത്. നെക്സ്റ്റ് വൺ ഏതാ? ബന്ദി ഹുയി മുഠിയ. നമുക്കറിയാം മുഷ്ടി ചുരുട്ടുക എന്നുള്ളത്. ചുരുട്ടിയ മുഷ്ടി, ആ ഒരു പ്രയോഗം അതിലുണ്ട്. അതെന്തിന്റെ പ്രതീകമായിട്ടാ കാണിക്കുന്നേ? എന്തിന്റെ പ്രതീക? ജനത കാ വിരോധ് അല്ലെ. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യാ? ഇങ്ങനെ കാണിക്കില്ലേ? അതേപോലെ തന്നെ ജനങ്ങളുടെ എന്താണ്? വിരോധാണ് ആ കാണിക്കുന്നത് കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് വൺ ജൽത്താ ഹുവാ സിതാര. തിളങ്ങുന്ന നക്ഷത്രം. സിതാര എന്ന് വെച്ചാൽ എന്താ? നക്ഷത്രം. എന്തിന്റെ പ്രതീക? ജനത കി പ്രതീക്ഷ. പ്രതീക്ഷയ്ക്ക്, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് പ്രതീകമാണ് എന്ത്? ആ നക്ഷത്രങ്ങൾ. തിളങ്ങുന്ന നല്ല നക്ഷത്രങ്ങൾ. നക്ഷത്രം കാണുമ്പോൾ നമുക്ക് സന്തോഷല്ലേ? അപ്പൊ അത് ആലോചിക്കുക. നെക്സ്റ്റ് വൺ അപാരഖുലാതി ജിന്ദഗി കി ധാര. ഇങ്ങനെ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ആ നമ്മളുടെ ജീവിതമാകുന്ന, ഒഴുകുന്ന ആ ഒരു നദി. അതെന്തിന്റെ പ്രതീകമായിട്ടാ കാണിക്കുന്നേ? ജനത കി വേദന. ജനങ്ങളുടെ വേദനയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു മാത്സ് ഫോളോയിങ് കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, 4 മാർക്കിന് ചോദിക്കാം കേട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജൻ ജൻ കാ ചെഹ്റ ഏക് കവിത കാ ആശയ ലിഖേ. അപ്പൊ ആ ഒരു കവിതയുടെ ആശയം എഴുതാനാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 മാർക്കിനാണ് എക്സാമിന് ചോദിക്കുക കേട്ടോ ആശയം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ കവി മുക്തിബോധ് ലിഖി ഹുയി. മുക്തിബോധ് എഴുതിയ കവിത ഹേ ജൻ ജൻ കാ ചെഹ്റ ഏക്. മുക്തിബോധ് എഴുതിയ ഒരു കവിതയാണ് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നുള്ളത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുത്തു. നെക്സ്റ്റ് വരെ നോക്കാം. ഇസ് കവിത മേം കവി कहते हैं कि. इस कविता में कवि कहते हैं कि. ഈ കവിതയിൽ കവി പറയുന്നത് कोई व्यक्ति, ഏതെങ്കിലും ഒരു വ്യക്തിയാകട്ടെ, चाहे किसी या प्रांत, किसी देश നമുക്ക് എഴുതാട്ടാ. देश या प्रांत का निवासी हो. ഏതെങ്കിലും ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാന്ത് എന്ന് വെച്ചാൽ എന്താ? പ്രദേശത്തെയോ നിവാസിയാവട്ടെ. നിവാസി ഹോ ഉൻ സബ്മേ. അവരെല്ലാവരിലും, അവരിൽ എല്ലാവരിലും ഉൻ സബ്മേ സമാനത ഹേ. സമാനത. അവരിലെല്ലാവരിലും എന്തുണ്ട്? സമാനത ഉണ്ടെന്ന്. എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ അവരില് ഒരുപോലെയാണെന്നതാണ് കേട്ടോ. സമാനത ഉണ്ട്. ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക. സബി ജഗഹി. എല്ലാ സ്ഥലത്തെയും. ജഗ എന്ന് വെച്ചാൽ എന്താ? സ്ഥലമാണ് കേട്ടാ. എല്ലാ സ്ഥലത്തെയും സൂര്യകിരണോ സമാൻ രൂപ് സേ ഹേ. സൂര്യകിരണങ്ങള് സമാൻ രൂപ് സേ ഹേ. ഒരുപോലെയാണ്. അതിലൊരു വ്യത്യാസവും ഇല്ലാന്ന്. എല്ലായിടത്തും ഉദിക്കുന്ന സൂര്യനും അതിന്റെ വെളിച്ചമൊക്കെ ഒരേപോലെ തന്നെയല്ലേ? അതിലൊരു ചേഞ്ചസും ഇല്ലാന്ന്. ഓക്കെ, അടുത്ത എന്താ? കഷ്ടതവാ ദുഃഖമേ വ്യക്തിക്ക്. കഷ്ടപ്പാടും ഒരുപാട് ദുഃഖങ്ങളും ഉണ്ട്. വ്യക്തിക്ക്, ഒരു വ്യക്തിയുടെ. ചെഹരോ പർ. ചെഹരോ ഫേസിൽ. പഠനേ വാലി. ഉണ്ടാകുന്ന. രേഖായേം. രേഖായേം എന്ന് വെച്ചാൽ ചുളിവുകളാണ് കേട്ടാ. ആ പാടുകളെല്ലാം സമാനത ഹോത്തി ഹേ. അതിലും എന്തുണ്ട്? ഒരു സമാനത ഉണ്ടെന്ന് വെച്ചാല് ഈ ലോകത്തെ എല്ലാവരും അനുഭവിക്കുന്ന
വേദനയും അവരുടെ ആ വേദന കാരണം അവരുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും എല്ലാതും ഒരുപോലെയാണ്. അതിന്റെ ഇന്നർ മീനിങ് അതാണ്. ഈ ലോകത്തെ എല്ലാവരും അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും ഒക്കെ സെയിം ആണ്, ഒരുപോലെയാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ. ताकत में बंदी मुठियाम का लक्ष्य भी एक होता है. എന്താ? വളരെ ആവേശത്താൽ ശക്തിയാൽ ബന്ദി ഹുയി ചുരുട്ടുന്ന മുഠിയാം കാ ലക്ഷ്യ ഭി ഏക് ഹോത്താ ഹേ. ആ മുഷ്ടി ചുരുട്ടുന്ന ആ മുഷ്ടി, അതിന്റെ ആ ലക്ഷ്യവും നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് എന്തെങ്കിലും ഒന്നിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കില്ലേ, ആ ലക്ഷ്യവും ഏക് ഹേ, ഒന്നാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഇത്രയും ഒരു ആശയത്തിന്റെ ഒരു കുറച്ച് വരികളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇത്രയെങ്കിലും എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ ചാപ്റ്റർ നോക്കാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞ് ജൻ ജൻ കാ ചെഹ്റ ഏക് എന്നുള്ള ചാപ്റ്ററിന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നമ്മളെ ചാപ്റ്റർ ആണ് ഫുട്ബോൾ കെ ദിൽ കാ രാജ. പെലേനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ കേൾക്കുമ്പോ തന്നെ നമുക്ക് തോന്നുന്നുണ്ടാവും ഇതിൽ എന്തുണ്ട്, ഒരുപാട് എന്താ ഹിന്ദിയില് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. കുഴപ്പമില്ല, നമ്മളത് ഹിന്ദിയിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടാ. ഹിന്ദിയിൽ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ മലയാളത്തിലാണോ പറയാൻ എളുപ്പം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണോ ഇഷ്ടപോലെ ഉള്ള പോലെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫുട്ബോൾ ഖാ ദിൽ ഖാ രാജ. ദിൽ ഖാ രാജ, ഫുട്ബോൾ ഖാ ദിൽ ഖാ രാജ കോൻ ഹേ. ഫുട്ബോളിന്റെ മാനസ രാജാവ് ആരായിരുന്നു? പെലെ. പെലെയായിരുന്നു. ഫുട്ബോൾ കെ ഏക് ടീം മേ. ഫുട്ബോളിലെ ഒരു ടീമില് കിത്തനെ ഖിലാഡിയോം ഹേ. ഖിലാഡിയോം കളിക്കാര്. എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും ഫുട്ബോളില്? ഒരു ടീമിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും? 11. 11 കളിക്കാരുള്ളതാണ് ഒരു ഫുട്ബോൾ എന്ന് പറയുന്നത്. അടുത്തത് പെലെ കി മൃത്യു കബ് ഹുയി. പെലെയുടെ മൃത്യു, മരണം എപ്പോഴായിരുന്നു? പെലെ മരിച്ചത് എപ്പോഴായിരുന്നു? നമുക്ക് നോക്കാം. 29 2022. 29 2022. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചു വെച്ചാൽ മതി. 29 ഡിസംബർ 2022 എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. ഹിന്ദിയിൽ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലബ് के फुटबॉल खेल से कब रिटायर हो गए? നമ്മളുടെ പെലെ ക്ലബ് കെ, ഒരുപാട് സാന്തോസ് ക്ലബിലൊക്കെ നമ്മളുടെ പെലെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഫുട്ബോൾ ക്ലബിന് അതിന് ഗേൾസ്, ഈ ക്ലബിന്റെ പരമായിട്ട് ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പെലെ എപ്പോഴാണ് റിട്ടയർ ഹോ ഗയേ? എപ്പോഴാണ് റിട്ടയർ ആയത്? 1977. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടാ. 1977 മെയ്. അതല്ലേ നമുക്ക് എളുപ്പം. അപ്പൊ അതേപോലെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അർജന്റീന കെ ഫുട്ബോൾ ഖിലാഡിയാ കോൻ കോൻ ഹേ. അപ്പൊ നമ്മളെ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ബ്രസീലിന്റെ അർജന്റീനയുടെ കളിക്കാരെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അർജന്റീന കെ, അർജന്റീനയുടെ ഫുട്ബോൾ ഖിലാഡിയോ കോൻ കോൻ ഹേ. അർജന്റീനയുടെ കളിക്കാർ ആരെല്ലാമാണ്? ആരൊക്കെയാണ്? ആൽഫ്രെഡോ ഡി സ്റ്റിഫാനോ, ടിയാഗോ മറഡോണ ഓർ ലയണൽ മെസ്സി. 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവരുടെ പേര് മാത്രമേ ഉള്ളൂ കേട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രാൻസ് പുസ്കാസ് കിസ് ദേശ് കാ ഫുട്ബോളർ ഹേ. അദ്ദേഹം ഏതൊരു രാജ്യത്തിന്റെ ഫുട്ബോളർ ആയിരുന്നു? പുസ്കാസ് ഏത് രാജ്യത്തിന്റെ ആയിരുന്നു? ഹംഗറി കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജർമ്മനി കാ ഫുട്ബോൾ ഖിലാഡി കാ നാം ക്യാ ഹേ. ജർമ്മനിയുടെ ഫുട്ബോൾ കളിക്കാരന്റെ നാം ക്യാ ഹേ, പേരെന്തായിരുന്നു? ഫ്രാൻസ് ബക്കൻബോർ. ബെക്കൻബോർ ആണ് കേട്ടാ, ബെക്കൻബോർ ആയിരുന്നു. ഇത് 2 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാട്ടാ. ഓക്കെ, നെക്സ്റ്റ്. യോഹാൻ ക്രൈഫ് കിസ് ദേശ് കാ ഫുട്ബോളർ ദ. യോഹാൻ ക്രൈഫ് ഏതൊരു രാജ്യത്തിന്റെ ഫുട്ബോളർ ആയിരുന്നു? ഏത് രാജ്യത്തിന്റെ ആയിരുന്നു? ഹോളണ്ട്. ഹോളണ്ടിന്റെ പ്ലെയർ ആയിരുന്നു ആര്? നമ്മളുടെ യോഹാൻ ക്രൈഫ് കേട്ടോ. 9th ക്വസ്റ്റ്യൻ. 3 വിശ്വകപ്പ് ജീതനെ വാലെ ഏകമാത്ര ഖിലാഡി കോൻ ഹേ. 3 തവണ വേൾഡ് കപ്പ് ജയിച്ച ഒരേ ഒരു കളിക്കാരൻ ആരായിരുന്നു? ആരായിരുന്നു? പെലെ. പെലെ ആയിരുന്നു. ഓക്കെ, നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1958 में ब्राजील
के समय ഗോൾ. എത്ര ഗോളാണ്? 6 ഗോൾ കേട്ടാ. 6 ഗോൾ. ഫസ്റ്റ് വേൾഡ് കപ്പിന്റെ ടൈമില് 6 ഗോള് കർണേവാലി പെലെക്ക് അടിച്ച 6 ഗോൾ അടിച്ച പെലയുടെ ഉമ്ര എന്ന് വെച്ചാൽ എന്താ? വയസ്സാണ് കേട്ടാ. വയസ്സ് കിത്തനീതി, എത്ര വയസ്സായിരുന്നു പെലെക്ക്? അപ്പൊ ആദ്യത്തെ ആ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോ, വിശ്വകപ്പ് എന്ന് വെച്ചാൽ വേൾഡ് കപ്പാണ് കേട്ടാ. വേൾഡ് കപ്പ് നടക്കുമ്പോ പെലെ എത്ര ഗോൾ അടിച്ചു? 6 ഗോൾ അടിച്ചു. അന്ന് പെലെക്ക് എത്ര വയസ്സായിരുന്നു പ്രായം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര വയസ്സായിരുന്നു? എത്ര വയസ്സുണ്ടായിരുന്നുള്ളൂ? 17 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആർക്ക്? നമ്മുടെ പെലെ. 17 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രസീൽ की पहली വിശ്വകപ്പ്. ബ്രസീലിന്റെ പഹലി, ആദ്യത്തെ വിശ്വകപ്പ്, വേൾഡ് കപ്പ് പ്രതിയോഗിത में കോമ്പറ്റീഷനിൽ सबसे बढ़िया, ഏറ്റവും നല്ല, सबसे बढ़िया ഏറ്റവും നല്ല ഖിലാഡി കോൻ ഹേ, പ്ലെയർ ആരായിരുന്നു? ആരായിരുന്നു? ബ്രസീൽ കെ മിഡ്ഫീൽഡർ ഡിഡി. ബ്രസീലിന്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡിഡി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രസീൽ की पहली വിശ്വകപ്പ്. ബ്രസീലിന്റെ ആദ്യത്തെ വേൾഡ് കപ്പില് പ്രതിയോഗിത में, ആ കോമ്പറ്റീഷനിൽ ടീം के करामती खिलाड़ी ഗരീച്ച को क्या कहा जाता था? അപ്പൊ ബ്രസീലിന്റെ പഹലി വിശ്വകപ്പ് പ്രതിയോഗിത में, ആദ്യത്തെ വേൾഡ് കപ്പ് കോമ്പറ്റീഷനിൽ ടീം കെ, ആ ബ്രസീൽ ടീമിന്റെ കരാമതി ഖിലാഡി, ഏറ്റവും നല്ല, ഏറ്റവും സമ്പൂർണനായ ഒരു പ്ലെയർ, ഗരീച്ച എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അത് ഗരീച്ചന് ഏത് പേരിലായിരുന്നു ഗരീച്ചനെ നമ്മൾ അറിയപ്പെട്ടിരുന്നേ? എന്ത് പേരിലായിരുന്നു? ബഡിയ ട്രിബ്ലർ. ട്രിബ്ലർ എന്നായിരുന്നു, ട്രിബ്ലർ എന്നായിരുന്നു പറഞ്ഞിരുന്നേ. ഏറ്റവും നല്ല ട്രിബ്ലർ എന്നായിരുന്നു പറഞ്ഞിരുന്നേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെലെക്ക് ചോട്ട് ഗാക്കെ എന്ന് വെച്ചാൽ മുറിവ് ഏൽക്കാട്ടാ. മുറിവേറ്റിട്ട് ബാഹർ ഗയേ. അപ്പൊ നമ്മുടെ പെലെ മുറിവേറ്റിട്ട് ബാഹർ ഗയേ, പുറത്തോട്ട് പോയ പ്രതിയോഗിത, കോമ്പറ്റീഷൻ കോൺസീതി, ഏതായിരുന്നു? ഏത് കോമ്പറ്റീഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ പെലേക്ക് മുറിവേറ്റിട്ട് പെലെ പുറത്തായത്? ഏത് കോമ്പറ്റീഷൻ ആയിരുന്നു നോക്കാം. 1962 में ബ്രസീലിന്റെ വിശ്വകപ്പ് ദൂസരി ദഫ, എത്രാമത്തെയാണ്? രണ്ടാമത്തെ തവണ, ദൂസരി ദഫ ജീത്താ പ്രതിയോഗിത, ജയിച്ച ആ ഒരു വേൾഡ് കപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ രണ്ടാമത്തെ വേൾഡ് കപ്പിലായിരുന്നു പെലേക്ക് ആ ഒരു അപകടം പറ്റിയിട്ട് പെലെ എങ്ങോട്ട് പോയത്? പുറത്തായത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പെലെ और ब्राजील बाहर हो गए प्रतियोगिता कौन सी थी? നെക്സ്റ്റ് ശ്രദ്ധിച്ചേ, പെലെ और ब्राजील, പെലെയും ഒപ്പം തന്നെ ആരും? ബ്രസീൽ ടീമും ബാഹർ ഹോ ഗയേ, പുറത്തായ പ്രതിയോഗിത, കോമ്പറ്റീഷൻ കോൺസീതി, ഏതായിരുന്നു? ഏത് കോമ്പറ്റീഷനില ബ്രസീലും പെലെയും പുറത്തായ കോമ്പറ്റീഷൻ ഏതാ? 1966 വിശ്വകപ്പ്. 1966 വേൾഡ് കപ്പിലായിരുന്നു പെലെയും ബ്രസീൽ ടീമും പുറത്തായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫുട്ബോൾ കെ സമ്പൂർണ്ണ ഖിലാഡി കോൻ ദേ? ഫുട്ബോളിന്റെ സമ്പൂർണ്ണ ഖിലാഡി എന്ന് വെച്ചാല് എല്ലാ കഴിവുകളും ഉൾപ്പെട്ട, എല്ലാ കഴിവുകളും ചേർന്ന ഒരു കളിക്കാരൻ കോൻ ദേ ആരായിരുന്നു? ഒരു സംശയവുമില്ല, ആരാ? പെലെ. ഓക്കെ, അപ്പൊ 1 മാർക്കിന്റെ ചോദ്യമൊക്കെ നല്ലപോലെ വായിച്ചു വെക്കുക കേട്ടാ. കാണാപ്പാടം പഠിക്കണമെന്നില്ല, വായിച്ചു വെക്കാം. ഈ കാര്യങ്ങളും അതെ, കാണാപ്പാട് ഇങ്ങനെ ഇരുന്ന് പഠിക്കണ്ട. ഇപ്പൊ മെസ്സി ഏത് ടീമിന്റെ പ്ലെയർ ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അർജന്റീന. അതേപോലെ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. 1 മാർക്കിന്റെ ചോദ്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം എഴുതാം. ഓക്കെ, ഫസ്റ്റ് നോക്കുക, ലയണൽ മെസ്സി അർജന്റീന കെ ഖിലാഡി ഹേ. ലയണൽ മെസ്സി അർജന്റീനയുടെ കളിക്കാരനാണ്. നെക്സ്റ്റ് നോക്കുക, യോഹാൻ ക്രൈഫ് ഹോളണ്ട് കെ ഖിലാഡി ഹേ. യോഹാൻ ക്രൈഫ് ഹോളണ്ടിന്റെ കളിക്കാരനാണ്. ഓക്കെ, മൂന്നാമത്തത് ആരാ? മറഡോണ. നമുക്കറിയാം അർജന്റീന കെ ഖിലാഡി ഹേ, അർജന്റീനയുടെ കളിക്കാരനാണ്. നെക്സ്റ്റ് നോക്കുക, ഫ്രാൻസ് ബെക്കൻബോർ ജർമ്മനി കെ ഖിലാഡി ഹേ. അപ്പൊ ജർമ്മനിയുടെ കളിക്കാരനായിട്ട് ഒരാളുടെ പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ, ബെക്കൻബോർ ആണ് ആളുടെ പേര് പഠിച്ചേക്കാം. നെക്സ്റ്റ് നോക്കാം,
ഗരീഞ്ച ഏതിന്റെ കളിക്കാരനായിരുന്നു? സംശയമില്ലാണ്ട് നമുക്ക് പറയാം ബ്രസീലിന്റെ കളിക്കാരനായിരുന്നു. അപ്പൊ ബ്രസീലിന്റെ ഖിലാഡിയായിരുന്നു. നെക്സ്റ്റ് ആൽഫ്രെഡോ ഡി സ്റ്റിഫാനോ, അദ്ദേഹവും ഏത് ടീമിന്റെ ആയിരുന്നു? അർജന്റീന കെ ഖിലാഡി ഹേ, അർജന്റീനയുടെ കളിക്കാരനാണ്. അപ്പൊ നമ്മൾ 1 2 3 മൂന്നാളാണ് കേട്ടോ അർജന്റീനയുടെ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാല് സുഖമാണ് കേട്ടോ അത് പഠിക്കാൻ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പെലെ കി ജീവനി തയ്യാർ കരേ. അപ്പൊ നമ്മളെ പ്രൊഫൈൽ റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ നമുക്ക് ഷോർട്ട് ആയിട്ട് പെലെയുടെ ഒരു ജീവനി പഠിച്ചു വെക്കാം. വെരി ഇമ്പോർട്ടന്റ് ആണ്, 4 മാർക്കിനാണ് എക്സാമിന് ചോദിക്കാം. അപ്പൊ നമ്മൾ പെലെയുടെ ജീവനിയാണ് എഴുതാൻ പോണേ. അപ്പൊ നമ്മൾ ഹെഡിങ് ആയിട്ട് പെലെ എന്ന് കൊടുത്തു. ഓക്കെ, പെലെ सबसे महान ഫുട്ബോൾ ഖിലാഡിയോ में से एक है. പെലെ ഏറ്റവും നല്ല ഫുട്ബോൾ കളിക്കാരിൽ में से एक है, ഒരാളാണ് പെലെ. നെക്സ്റ്റ് 1940 में जन्म പെലെ ने ജനിച്ച പെലെ अपने കരിയർ की, തന്റെ കരിയറിന്റെ ശുരുവാത്ത് എന്ന് വെച്ചാല് ആരംഭം എത്ര വയസ്സിലായിരുന്നു? 16 साल की थी, 16 വയസ്സിലായിരുന്നു. उन्होंने അദ്ദേഹം 17 साल की उम्र में 17 വയസ്സിൽ ബ്രസീലിന്റെ സാന്തോസ് ക്ലബിൽ 1958 में अपना पहला विश्व कप जीता. അപ്പോ ആദ്യമായിട്ട് 17ാമത്തെ വയസ്സിൽ സാന്തോസ് ക്ലബിന് വേണ്ടി പെലെ കളിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിശ്വകപ്പ് വേൾഡ് കപ്പ് ജയിക്കുകയും ചെയ്തു. 1962 और 1970 में 2 और विश्व कप जीतकर, 2 വിശ്വകപ്പ് 2 വേൾഡ് കപ്പ് കൂടി ജയിച്ചിട്ട് ഇതിഹാസ് രചിതിയ, ചരിത്രം കുറിച്ചു പെലെ. പെലെനെ അപ്പിനെ കരിയർ മേ, പെലെ അദ്ദേഹത്തിന്റെ കരിയറിൽ ടോട്ടൽ ആയിട്ട് എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്? 1281 അത്രേ ഗോൾ കിയെ. ഗോൾ അടിച്ച പെലെ ഗിന്നസ് ബുക്ക് की റെക്കോർഡ് പ്രാപ്തി किया. പെലെക്ക് എന്ത് കിട്ടി? ഗിന്നസ് ബുക്കില് റെക്കോർഡ് പോലും പെലെക്ക് ലഭിച്ചു. ഓക്കെ, അദ്ദേഹം ദുനിയാ ഭർ കെ, ലോകമെമ്പാടുമുള്ള ലോകം ഖേലിയെ, ജനങ്ങൾക്ക് പ്രേരണ ബൻ ഗയേ, ഒരു ഇൻസ്പയറിംഗ് പേഴ്സൺ ആണല്ലേ പെലെ. അതുകൊണ്ടല്ലേ നമ്മളുടെ ചാപ്റ്ററിൽ നമുക്കിത് പഠിക്കാനുള്ളത്. അപ്പൊ ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾക്ക് പ്രേരണ ബൻ ഗയേ, ഒരുപാട് പ്രേരണ കൊടുത്ത ഒരാളാണ് ആര്? പെലെ. ഇനി നെക്സ്റ്റ് 2023 ആണ് കേട്ടോ. ആ 2023 എത്ര വയസ്സിലാണ് പെലെ മരിച്ചത്? 82 സാൽ വയസ്സിൽ. ഈ ഉമ്ര മേ, അത്രയും ആ ഒരു വയസ്സുള്ളപ്പോഴാണ് ഉൻകി മൃത്യു ഹി, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. എത്ര വയസ്സുള്ളപ്പോഴാ? എപ്പോഴാണ്? 82 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ ആണ്. അദ്ദേഹം, ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നതെല്ലാം അദ്ദേഹം എന്നാണ് കേട്ടോ. ഫുട്ബോൾ കെ സച്ചേ രാജാ ബനാ രഹേംഗെ, അദ്ദേഹം ഫുട്ബോളിന്റെ സച്ചേ രാജ, സത്യത്തിലുള്ള ഒരു രാജാവ് തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആണല്ലേ. ജിനോനെ, അദ്ദേഹം ഗേൽ കോ ഹമേശ കെ ലിയെ ബദൽ ദിയാ, അദ്ദേഹം ഈ ഫുട്ബോളിനെ, ആ ഒരു കളിയെ ഹമേശ എന്നേക്കുമായിട്ട് ബദൽ ദിയാ, മാറ്റിമറിച്ചു. ഫുട്ബോളിനെ എന്നത്തേക്കുമായിട്ട് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ആര്? പെലെ. ഓക്കെ, അപ്പൊ അതും കൂടി പഠിച്ചു വെക്കാൻ. പെലെയുടെ ജീവൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 4 മാർക്കിന് എക്സാമിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ 2 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഒരെണ്ണം കവിതയാണ്, ഒരെണ്ണം ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. അപ്പൊ 1 മാർക്കിന്റെ ചോദ്യമൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പൊ ഓക്കെ, എല്ലാവരും എക്സാം ഒക്കെ നന്നായി എഴുതാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.